ഹായ്, ഏവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എലി വിഷമായി ഉപയോഗിക്കുന്ന വസ്തു സിങ്ക് ഫോസ്ഫേറ്റ്. എലി വിഷമായി ഉപയോഗിക്കുന്ന വസ്തു സിങ്ക് ഫോസ്ഫേറ്റ്. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു സിൽവർ നൈട്രേറ്റ്. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു സിൽവർ നൈട്രേറ്റ്. തീപ്പെട്ടി കൊള്ളിയുടെ അറ്റത്ത് ഉപയോഗിക്കുന്ന രാസവസ്തു പൊട്ടാസ്യം ക്ലോറൈറ്റ്. പൊട്ടാസ്യം ക്ലോറൈറ്റ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലിൻ. നാഫ്തലിൻ ഒരു സംയുക്തമാണ്. എന്തിൻ്റെയെല്ലാം സംയുക്തമാണ് അമോണിയം. അമോണിയം എന്ന് പറയുന്നത് നൈട്രജൻ, ഹൈഡ്രജൻ എന്നീ മൂലകങ്ങളുടെ സംയുക്തമാണ്. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. ഏത് ലവണത്തിനാണ് നീല നിറമുള്ളത്? കോപ്പർ സൾഫേറ്റ്. നീല നിറമുള്ള ലവണം കോപ്പർ സൾഫേറ്റ്. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. തുരിശിൻ്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് വ്യാവസായികമായി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ബേക്കിംഗ് സോഡ. സോഡിയം ബൈകാർബണേറ്റ് വ്യാവസായികമായി അറിയപ്പെടുന്ന പേര് ബേക്കിംഗ് സോഡ എന്നാണ്. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. അപ്പക്കാരത്തിൻ്റെ രാസനാമം NaHCO3. അപ്പക്കാരത്തിൻ്റെ രാസനാമം NaHCO3. ബേക്കിംഗ് സോഡയുടെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡയുടെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്ന രാസവസ്തു. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കളിമണ്ണിൻ്റെ രാസനാമം അലൂമിനിയം സിലിക്കേറ്റ്. കളിമണ്ണിൻ്റെ രാസനാമം അലൂമിനിയം സിലിക്കേറ്റ്. നവസാരത്തിൻ്റെ രാസനാമം അമോണിയം ക്ലോറൈഡ്. നവസാരത്തിൻ്റെ രാസനാമം അമോണിയം ക്ലോറൈഡ്. മൂത്രത്തിലെ കല്ലിൻ്റെ രാസനാമം മൂത്രക്കല്ലിൻ്റെ രാസനാമം കാൽസ്യം ഓക്സലേറ്റ്. കാൽസ്യം ഓക്സലേറ്റ്. കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽസ്യം ഓക്സൈഡ്. നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽസ്യം ഓക്സൈഡ്. ഏത് സംയുക്തമാണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത്? ഏത് സംയുക്തമാണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത്? സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്നത് ഹേബർ പ്രക്രിയ എന്നാണ്. ഹേബർ പ്രക്രിയ. ഏറ്റവും ഭാരം കൂടിയ വാതകം റാഡോൺ. റാഡോൺ ആണ് ഏറ്റവും ഭാരം കൂടിയ വാതകം. നീറ്റുകക്കായുടെ രാസനാമം കാൽസ്യം ബൈകാർബണേറ്റ്. നീറ്റുകക്കായുടെ രാസനാമം കാൽസ്യം ബൈകാർബണേറ്റ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് അന്തർവ്യാപനം. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ സഞ്ചരിക്കുന്നതിനെയാണ് അന്തർവ്യാപനം എന്ന് പറയുന്നത്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? വനേഡിയം പെൻഡോക്സൈഡ്. സമ്പർക്ക പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉൽപ്രേരകങ്ങൾക്ക് പറയുന്നത് വനേഡിയം പെൻഡോക്സൈഡ് ആണ് സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം.
മൊണ്ടക്സ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു? മോണ്ടക്സ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു? നിക്കൽ. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം സോഡിയം പൊട്ടാസ്യം. സോഡിയവും പൊട്ടാസ്യവും വെള്ളത്തിലിട്ടാൽ കത്തുന്നു. മൃദുവായ ലോഹം സോഡിയം. മൃദുവായ ലോഹം സോഡിയം. ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ലോഹം സോഡിയം. ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ലോഹം സോഡിയം. തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹം സോഡിയം. തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹം സോഡിയം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. സ്വർണ്ണാഭരണങ്ങളിൽ ഉറപ്പിനായി ചേർക്കുന്ന ലോഹം. സ്വർണ്ണാഭരണങ്ങളിൽ ഉറപ്പിനായി ചേർക്കുന്ന ലോഹം ചെമ്പ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലൂമിനിയം. വൈദ്യുത ചാലകതയ്ക്ക് അനുയോജ്യമായ പദാർത്ഥം ചെമ്പ്. വൈദ്യുത ചാലകതയ്ക്ക് അനുയോജ്യമായ പദാർത്ഥം ചെമ്പ്. ബോക്സൈറ്റ് ധാതു സംസ്കരിച്ചുണ്ടാകുന്ന ലോഹം അലൂമിനിയം. ബോക്സൈറ്റ് ധാതു സംസ്കരിച്ചുണ്ടാകുന്ന ലോഹം അലൂമിനിയം. ഇരുമ്പിൻ്റെ അയിര് മാഗ്നറ്റ് ഹെമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിരുകളാണ് മാഗ്നറ്റ് ഹെമറ്റൈറ്റ്. ജലത്തിൻ്റെയോ ആവിയുടെയോ സമ്പർക്കത്തിൽ മാറ്റമുണ്ടാകുന്ന ലോഹം. ജലത്തിൻ്റെയോ ആവിയുടെയോ സമ്പർക്കത്തിൻ്റെ ഫലമായി മാറ്റമുണ്ടാകുന്ന ലോഹമാണ് ഇരുമ്പ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കാൻ സഹായകമായ ഘടകങ്ങൾ വായു, ഈർപ്പം. ഇരുമ്പ് തുരുമ്പ് പിടിക്കാൻ സഹായകമായ ഘടകങ്ങൾ വായു, ഈർപ്പം. കോപ്പറിൻ്റെ അയിര് മാലക്കൈറ്റ്. കോപ്പറിൻ്റെ അയിര് മാലക്കൈറ്റ്. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ അറിയപ്പെടുന്ന പേര് ഗാങ്. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ അറിയപ്പെടുന്ന പേര് ഗാങ്. ഇൽമനൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ടൈറ്റാനിയം. ഇൽമനൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ടൈറ്റാനിയം. ലൂണാർ കോസ്റ്റിക് ഏതിൻ്റെ അയിരാണ്? വെള്ളി. ലൂണാർ കോസ്റ്റിക് വെള്ളിയുടെ അയിരാണ്. ഗലീന ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഈയം. ഈയത്തിൻ്റെ അയിരാണ് ഗലീന. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മെർക്കുറി. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മെർക്കുറി.